സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ആത്മാവും അനാത്മാവും എന്ന പേരോടുകൂടിയ 30ാമത്തെ ശീർഷകമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഒരേ ആത്മതത്വം തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നു, പല പേരുകൾ പറയുന്നു. ഒരിടത്തും നാമരൂപങ്ങൾ വസ്തുഭേദത്തെ ഉളവാക്കുന്നില്ല. മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട അനേകം നാമരൂപങ്ങളായ പാത്രങ്ങൾ മുമ്പിലുണ്ടെങ്കിലും വാസ്തവത്തിൽ അവയിൽ മണ്ണല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ എന്താ? വ്യത്യസ്ത ആകൃതികൾ. ആ ഓരോന്നിനെയും നമുക്ക് വേർതിരിച്ചറിയാനായി നമ്മൾ നൽകിയിട്ടുള്ള പേരുകൾ. നാമം, രൂപം, അത് എവിടെയും കള്ളമാണ്. അധിഷ്ഠാനം അത് സത്യവുമാണ്. കഴിഞ്ഞ ദിവസം കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. തൊഴുത്ത്, ഗോപുരം, മഠം, മണ്ഡപം, ഗൃഹങ്ങൾ, പിന്നെ കുടം, ഭിക്ഷാപാത്രം അല്ലെങ്കിൽ പിച്ചച്ചട്ടി, മണ്ണുകൊണ്ടുള്ള ഭിക്ഷാപാത്രം, ഇവയെല്ലാം തന്നെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കല്ലും മണ്ണും ഒക്കെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്തുക്കളാണ്. പല പേര് പറഞ്ഞതുകൊണ്ട് പലതുണ്ട് എന്നർത്ഥമില്ല. പേരിൽ മാത്രമേ പലതുള്ളൂ. വസ്തുതാപരമായി ഒന്നേ ഉള്ളൂ. ഈ ഗോപുരവും തൊഴുത്തും മഠവും മണ്ഡപവും ഗൃഹങ്ങളും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കല്ലും മണ്ണും കൊണ്ടാണല്ലോ. പിന്നെ എന്തിന് നമ്മളിങ്ങനെ പല പേരുകൾ പറയുന്നു എന്ന് ചോദിച്ചാൽ, വ്യവഹരിക്കാൻ വേണ്ടി. വ്യവഹാരത്തിന് നാമരൂപങ്ങൾ ആവശ്യമാണ്. ഇതേ കാര്യത്തെ തന്നെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നു ഇനിയുള്ള വരികൾ കൊണ്ട്. ആകാശമൊന്നു ഘടാകാശം കുട്യാകാശവും, ഗോപുരാകാശം മഹാകാശം മേഘാകാശവും, ആകാശത്തിനു പല നാമഭേദങ്ങളുള്ള വൈവരും ഉപാധിഭേദങ്ങളാലതുപോലെ ആത്മാവും അനാത്മാവിൻ കാര്യമാമുപാധികളിൽ പലതായി വ്യവഹരിക്കപ്പെടുന്നിതു. ത്വയമൊന്നതും പല നാമമായി ചൊല്ലിയിടുന്നു. സൂര്യമണ്ഡലമൊന്നു പലതായി കാണാകുന്നു. ആയതുപോലെ ആത്മാ പലതായ ചേതന കാര്യമായിട്ടുപാധികളിൽ പ്രകാശിച്ചു. തന്നെ ചൈതന്യത്താൽ ജഡതത്വങ്ങളെയും നന്നായി ശോഭിപ്പിച്ചു. താനൊന്നിലും കൂടിയിടാതെ നിന്നിടും അവ്യാകൃതനായി ഗുണഹീനനായിട്ടെന്നതു ധരിച്ചാലും ഇനിയും കേട്ടിടുക. ആകാശമൊന്ന്. ആകാശം സർവവ്യാപകമായ അതിസൂക്ഷ്മമായ ഭൂതമാണ്. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ആകാശം. ആ ആകാശം ഒന്നാണെങ്കിലും ആകാശത്തിൽ പല ആകാശമില്ല. കേരളത്തിലെ ആകാശം, ഡൽഹിയിലെ ആകാശം, അമേരിക്കയിലെ ആകാശം, റഷ്യയിലെ ആകാശം, എല്ലായിടത്തും ആകാശമുണ്ട്. വിമാനങ്ങളും മറ്റും അവയുടെ ഗതി നിയന്ത്രിക്കാനായി ഓരോ രാജ്യത്തിനും പ്രത്യേകം സ്പേസ് ഉണ്ട്. ഇന്ത്യൻ എയർ സ്പേസ്, അമേരിക്കൻ എയർ സ്പേസ്, റഷ്യൻ എയർ സ്പേസ്. കാരണം ആ രാജ്യത്തിന്റെ ഉള്ളിലുള്ള വ്യോമാതിർത്തിയിൽ മറ്റ് വിമാനങ്ങൾക്ക് കടക്കണമെങ്കിൽ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിച്ചിരിക്കണം ഓരോ രാജ്യത്തിന്റെയും. അങ്ങനെ പ്രത്യേക എയർ സ്പേസ് എന്ന് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഒരൊറ്റ സ്പേസേ ഉള്ളൂ, ഒരേ ആകാശം. ആ ആകാശത്തിലാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത്. ആകാശം ഒന്നേ ഉള്ളൂ. അതിൽ വലിപ്പച്ചെറുപ്പമില്ല, നല്ലത് ചീത്തയില്ല, ഒരു തരത്തിലുള്ള ഭേദവുമില്ല. അത് സമമാണ്, എങ്ങും നിറഞ്ഞതാണ്, സൂക്ഷ്മമാണ്, വിഭജിക്കാൻ പറ്റാത്തതാണ്, ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്തതാണ്. ആകാശത്തെ നനയ്ക്കാൻ കഴിയില്ല, ഉണക്കാൻ കഴിയില്ല, മുറിക്കാൻ കഴിയില്ല, കത്തിക്കാൻ കഴിയില്ല. ഒരു രീതിയിലും ഒരു മാറ്റവും ആകാശത്തിനുണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ടാണ് ഏറ്റവും സൂക്ഷ്മമായ ഭൂതമായി ആ ആകാശം നിൽക്കുന്നത്. ആകാശം ഒന്ന്. ഘടാകാശം, കുട്യാകാശവും, ഗോപുരാകാശം, മഹാകാശം, മേഘാകാശം. ഉപാധികളാണ് വ്യത്യസ്തങ്ങൾ. കുടത്തിനകത്ത്
അടയ്ക്കപ്പെട്ടതുപോലെ തോന്നുന്ന ആകാശം, കുടത്തിന്റെ ഉള്ളിലുള്ള ആകാശം ഘടാകാശം. അത് ഈ പുറമേയുള്ള മഹാകാശത്തിൽ നിന്ന് വേറിട്ടതല്ല. കുടം എന്ന ഉപാധി ഉണ്ടാകുമ്പോൾ കുടത്തിനകത്ത് ഈ ആകാശത്തിന്റെ കുറച്ചു ഭാഗം അടയ്ക്കപ്പെട്ടതുപോലെ തോന്നുന്നു, പരിമിതമായതുപോലെ തോന്നുന്നു. കുഡ്യാകാശം, കുഡ്യം എന്ന് പറഞ്ഞാൽ മൺചുവര്, അതിന്റെ ഉള്ളിലും ആകാശമുണ്ട്. പിന്നെ ഗോപുരാകാശം, ക്ഷേത്ര ഗോപുരങ്ങളുടെയും മറ്റും ഉള്ളിൽ ആകാശമുണ്ട്. പിന്നെ മഹാകാശം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആകാശം, അത് മാത്രമേ വാസ്തവത്തിലുള്ളൂ. പിന്നെ മേഘാകാശം, മേഘത്തിനിടയ്ക്കുള്ള ആകാശം. എവിടെയൊക്കെ നാമരൂപങ്ങളുണ്ടോ ആ നാമരൂപങ്ങളാൽ ഈ ആകാശം പരിമിതമായതുപോലെ തോന്നുന്നു. മുറിക്കകത്തെ ആകാശം, അടുക്കളയുടെ ഉള്ളിലുള്ള ആകാശം, ശ്രീകോവിലിനുള്ളിലുള്ള ആകാശം, പ്രദക്ഷിണ വഴിയിലുള്ള ആകാശം, ഇങ്ങനെ എവിടെ എവിടെ എന്തൊക്കെ ഉണ്ടോ അതുമായിട്ടൊക്കെ ചേർന്ന് ഈ ആകാശം പല പേരുകളിൽ അറിയപ്പെടുന്നു. നമ്മളാണ് ആ പേരുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആകാശം പല പേരുകളിൽ അറിയപ്പെട്ടാലും വാസ്തവത്തിൽ അതൊന്നാണ്, ഏകമാണ്. ആകാശത്തിനു പല നാമഭേദങ്ങളുളവായി വരും ഉപാധിഭേദങ്ങളാലതുപോലെ. ആകാശത്തിന് ഇങ്ങനെ മണ്ഡപം, ഗോപുരം, കൊടം, മൺചുവര്, മേഘം, ഇങ്ങനെ പല ഉപാധികളുമായി ചേർച്ചയുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഉപാധികളുമായി നാം ഈ ആകാശത്തെ ചേർത്ത് പറയുമ്പോൾ പല പേരുകൾ കൽപ്പിക്കുന്നു. അത് പേരിൽ മാത്രമേ ഉള്ളൂ. ആകാശത്തിന് പല നാമഭേദങ്ങളുളവായി വരും ഉപാധിഭേദങ്ങളാൽ അതുപോലെ. ഇതുപോലെ ഉപാധിയുടെ സംബന്ധം കൊണ്ട്, ഉപാധിയുമായുള്ള ചേർച്ച കാരണം ആത്മാവും അനാത്മാവിൻ കാര്യമാം ഉപാധികളിൽ പലതായി വ്യവഹരിക്കപ്പെടുന്നത്. ആത്മാവ് ഒന്നാണ്, പക്ഷേ അനാത്മാവ് അല്ലെങ്കിൽ ജഡം. ആത്മാവ് കാരണം, ജഡം കാര്യം. ഈ കാര്യരൂപത്തിലുള്ള അനാത്മാവിനെ തന്നെയാണ് ഉപാധികൾ എന്ന് പറയുന്നത്. ഈ ഉപാധികൾ എപ്പോഴും സ്ഥൂലങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. സൂക്ഷ്മമായ ഉപാധികളുമുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം സൂക്ഷ്മ ഉപാധികളാണ്. സ്ഥൂല ശരീരം അത് സ്ഥൂലമായ ഉപാധിയാണ്. അപ്പോ ഉപാധികൾ സൂക്ഷ്മമെന്നും സ്ഥൂലമെന്നും രണ്ട് വിഭാഗത്തിലുണ്ട്. എന്തു തന്നെ ആയാലും ഉപാധികളോട് ചേർന്ന് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആത്മാവിനെ ഉപാധികളോട് ചേർത്ത് പറയുമ്പോൾ പല പേരുകൾ പറയുന്നു. അതാണ് പലതായി വ്യവഹരിക്കപ്പെടുന്നത്. തോയം ഒന്ന്, അതും പല നാമമായി ചൊല്ലിയിടുന്നു. തോയം വെള്ളം, സംസ്കൃത പദമാണ്. തോയം മലയാളത്തിൽ വെള്ളം, ഇംഗ്ലീഷിൽ വാട്ടർ, ഹിന്ദിയിൽ പാനി, തമിഴിൽ തണ്ണി. ഇങ്ങനെ ഏതൊക്കെ ഭാഷകൾ ലോകത്തിലുണ്ടോ ആ ഭാഷകളിൽ ഓരോന്നിലും വെള്ളം എന്ന് പറയാൻ പല പേരുകളാണ് പറയുന്നത്. അത് ഭാഷകളിലുള്ള വ്യത്യാസമാണ്. ആ പേരുകൾ കൊണ്ടൊക്കെ സൂചിപ്പിക്കപ്പെടുന്ന വസ്തു മലയാളിയുടെ വെള്ളം തന്നെയാണ്. ഇതുപോലെ എന്ത് പേര് വേണമെങ്കിലും പറഞ്ഞോളൂ, വസ്തു ഉള്ളത് യഥാർത്ഥത്തിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ ആത്മാവ് മാത്രം. തോയമൊന്ന്, അതും പല നാമമായി ചൊല്ലിയിടുന്നു. ഓരോ ഭാഷയിലും ഓരോ പേര് പറഞ്ഞു വിളിക്കുന്നു ഒരേ ജലത്തെ. ഇനിയോ സൂര്യമണ്ഡലമൊന്ന് പലതായി കാണാകുന്നു. ഒരൊറ്റ സൂര്യനേ ഉള്ളൂ, ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്നു. ഭൂമിയിൽ നമ്മൾ പല ആകൃതികളിലുള്ള പാത്രങ്ങളിൽ പല നിറത്തിലുള്ള വെള്ളങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. പച്ച നിറത്തിലുള്ള ജലം, നീലച്ചായം കലക്കിയ ജലം, മഞ്ഞ, ചുവപ്പ്, കരി കലക്കിയ ജലം, ഇങ്ങനെ പല നിറത്തിലുള്ള ജലങ്ങളെ പല ആകൃതിയിലുള്ള പാത്രങ്ങളിൽ നമ്മൾ നിറച്ചു വെച്ചിട്ട് അവയെ പുറത്തു കൊണ്ടുപോയി വെച്ചാൽ ഓരോന്നിനകത്തും സൂര്യന്റെ പ്രതിബിംബം കാണും. ആ കലക്കിയിട്ടുള്ള നിറത്തിന്റെ ഭേദമനുസരിച്ച് ഈ സൂര്യപ്രതിബിംബവും ഓരോ നിറത്തിൽ കാണപ്പെട്ടു എന്ന് വരാം. പ്രതിബിംബത്തിനാണ് നിറവ്യത്യാസം. അതുപോലെ ഈ വെള്ളം ചലിക്കുന്നതാണെങ്കിൽ പ്രതിബിംബവും ചലിക്കുന്നതായി തോന്നും. ജലം നിശ്ചലമാണെങ്കിൽ പ്രതിബിംബവും നിശ്ചലമായിരിക്കും. അപ്പൊ ഈ പ്രതിബിംബത്തിന്റെ നിറവും ചലനവും എല്ലാം ആ ഉപാധി കാരണം. ഉപാധി എന്ന് പറഞ്ഞാൽ ജലം എന്ന മാധ്യമം അല്ലെങ്കിൽ ഉപാധി, അത് കാരണമായിട്ടാണ്
പ്രതിബിംബത്തിന് പല ഭേദങ്ങളും ഉള്ളതായി നമുക്ക് തോന്നുന്നത്. അപ്പോഴൊക്കെയും ആകാശത്തിലുള്ള ബിംബരൂപമായ സൂര്യൻ, ആ സൂര്യബിംബം ഒരു മാറ്റവും കൂടാതെ, ഒരു നിറവ്യത്യാസവും കൂടാതെ, ചലനമൊന്നുമില്ലാതെ അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു. ഇതുപോലെ ഉപാധികളോട് ചേർന്ന് നിൽക്കുന്ന പ്രതിബിംബത്തിന് അല്ലെങ്കിൽ ജീവന്മാർക്ക്, അതുമല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ജഡപദാർത്ഥങ്ങൾക്കാണ് മാറ്റവും ഗുണവ്യത്യാസങ്ങളും എല്ലാം. ഗുണവ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ ദോഷവും എല്ലാം വരും. ഗുണവും ദോഷവും, നല്ലതും ചീത്തയും, ചെറുതും വലുതും, ഈ വ്യത്യാസങ്ങളൊക്കെ ഉപാധികൾക്കാണ്. അവയിൽ യഥാർത്ഥത്തിലുള്ള ഉണ്മയായ ആത്മസത്തയ്ക്ക് ഒരു വ്യത്യാസവുമില്ല. ആയതുപോലെ ആത്മാ പലതായ അചേതനകാര്യമായിട്ട് ഉപാധികളിൽ പ്രകാശിച്ച്, ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ എങ്ങനെയാണോ ഒരേ മണ്ണ് തന്നെ പല ഭാവത്തിൽ കാണപ്പെടുന്നത്, അതുപോലെ ഒരേ ആകാശം തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നത്, ഘടാകാശം, ഗോപുരാകാശം, മഹാകാശം, മേഘാകാശം എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ ഒരേ വെള്ളം തന്നെ പല പേരിൽ അറിയപ്പെടുന്നു. ഓരോ ഭാഷയിൽ ഓരോ പേരിൽ അറിയപ്പെടുന്നു. ഇനി വേണ്ട, നമ്മുടെ മലയാള ഭാഷ മാത്രം എടുക്കാം. കുളത്തിലെ ജലം, കിണറിലെ ജലം, തോട്ടിലെ ജലം, സമുദ്രജലം, ഇങ്ങനെ ഭൂഗർഭജലം, എല്ലാം ഒരേ വെള്ളം തന്നെയാണ്. അവയുടെ ആ ജലത്തിന്റെ ഗുണങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ എല്ലാം അടിസ്ഥാനപരമായി H2O തന്നെയാണല്ലോ. രാസപരമായി, രസതന്ത്രപരമായി, കെമിക്കലി എല്ലാം 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന തന്മാത്രകളാണ്. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഠിനജലം, മൃദുജലം. കഠിനജലം എന്ന് പറഞ്ഞാൽ ചില ജലത്തിൽ സോപ്പ് പതയുകയില്ല. എത്ര തന്നെ നമ്മൾ പതപ്പിച്ചാലും സോപ്പ് പതയത്തില്ല. അത് കഠിനജലം. മൃദുജലമുണ്ട്, സോപ്പ് പതയുന്ന വെള്ളം മൃദുജലം. ഇങ്ങനെ ഈ വ്യത്യാസങ്ങളൊക്കെ പുറമേ മാത്രമാണ്. വെള്ളം അതിൻ്റെ ശാസ്ത്രീയമായ ഘടന നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സംയുക്തമാണ്. ഇതുപോലെ ആത്മാ പലതായി, ആത്മാവ് പലതുണ്ട്, അനേകം ആത്മാക്കളുണ്ട്. ജീവാത്മാവ്, പരമാത്മാവ്, ജീവാത്മാക്കളിൽ തന്നെ സദാത്മാവ്, ദുരാത്മാവ്. ഇനി ഇതൊന്നും പോരാ, മതിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രേതാത്മാവ്, ദുഷ്ടാത്മാവ്. ഈ ആത്മാവിന്റെ കൂടെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. വാസ്തവത്തിൽ ആത്മാവിൽ നല്ലതും ചീത്തയും ഒന്നുമില്ല. ജീവിച്ചിരിക്കുന്ന ആത്മാവും ചത്തുപോയ ആത്മാവും ഒന്നുമില്ല. ഒരൊറ്റ ആത്മാവേ ഉള്ളൂ, അത് ചാവാത്തതാണ്. ശരീരങ്ങളാകുന്ന ഉപാധികളോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് പലതെന്ന പോലെ കാണപ്പെടുന്നു. ആയതുപോലെ ആത്മാ പലതായ അചേതന കാര്യമായിട്ട്, അചേതനങ്ങൾ ജഡങ്ങളാണ് കാര്യങ്ങൾ, ആ കാര്യരൂപത്തിലുള്ള ഉപാധികളിൽ ഈ ആത്മാവ് പ്രകാശിച്ച്, ഓരോ ജീവശരീരവും ചൈതന്യമയമാണ്. ജീവൻ അതിൻ്റെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ അതിനെ നമ്മൾ ശവം എന്നല്ലേ പറയുക. അപ്പോ എല്ലാ ജീവികളുടെ ശരീരത്തിലും, വൃക്ഷലതാദികൾ ഉൾപ്പെടെ സകല ജീവശരീരങ്ങളിലും ഈ ആത്മാവ് ചൈതന്യ രൂപത്തിൽ പ്രകാശിച്ച് തന്നുടെ ചൈതന്യത്താൽ ജഡതത്വങ്ങളെയും നന്നായി ശോഭിപ്പിച്ച് തൻ്റെ ഈ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഉണർവ്, ജീവൻ, അതെന്താണെന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് ഇനിയും നിശ്ചയമില്ല. ലൈഫ്, ഒന്നിന് ജീവനുണ്ട്. ജീവൻ എന്താണെന്ന് വ്യക്തമാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ജീവനുള്ള ജീവികളുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നു, ഒന്നിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെ? സചേതനങ്ങൾക്കും അചേതനങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ത്? ജീവനുള്ളവയ്ക്കും ജീവനില്ലാത്തവയ്ക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ത്? അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ എന്താണ് ഈ ജീവൻ? അതിന് മാത്രം ഉത്തരമില്ല. ചൈതന്യത്തെ തന്നെയാണ് ജീവൻ എന്ന് പറയുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചാൽ ഉപനിഷത്തുകൾക്ക് പോലും ആ ചൈതന്യത്തെ നിർവചിക്കാൻ പറ്റില്ല. അത് സച്ചിദാനന്ദമാണ് എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. അതിനെ അനുഭവിച്ചു തന്നെ അറിയണം. ശുദ്ധ ചൈതന്യം, ജഡസ്പർശമില്ലാത്ത ചൈതന്യം, അതെന്താണ് എന്ന് അനുഭവിച്ചു തന്നെ അറിയണം. അതിനെ വാക്കുകൊണ്ട് വ്യക്തമാക്കാൻ പറ്റുകയില്ല. ഈ ആത്മാവ് തൻ്റെ ചൈതന്യത്താൽ ജഡതത്വങ്ങളെയും നന്നായി ശോഭിപ്പിച്ച്, ജഡതത്വങ്ങളെ ശോഭിപ്പിക്കുക, പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ
അവയെ ഉണ്ട് എന്നറിയിച്ചു തന്നുകൊണ്ട്, എല്ലാം ഉണ്ട് എന്നാണല്ലോ, കല്ലുണ്ട്, മണ്ണുണ്ട്. ഈ ഉണ്ട് എന്നറിയിച്ചു തരുന്നത് ആത്മാവാണ്. നിർജീവ വസ്തുക്കളിൽ പോലും ഈ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. അത് ജഡമാണല്ലോ. അതെ, കല്ല്, മണ്ണ് തുടങ്ങിയവയൊക്കെ ജഡമാണ്, സമ്മതിച്ചു. പക്ഷെ അതിൽ പോലും ബോധം നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ എങ്ങനെയാണ് അതിനെ നാം ജഡം എന്ന് പറയുക എന്ന് ചോദിച്ചാൽ, അതിൽ ചൈതന്യത്തിന്റെ പ്രതിഫലനം, പ്രതിബിംബം വ്യക്തമാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ചൈതന്യം വ്യക്തമായി പ്രതിഫലിക്കണമെങ്കിൽ അന്തഃകരണം അല്ലെങ്കിൽ മനസ്സ് ഉണ്ടാവണം. കല്ലിനും മണ്ണിനും ഒന്നും അന്തഃകരണമില്ലാത്തത് കൊണ്ട് അതിൽ ഈ ആത്മചൈതന്യം വേണ്ട പോലെ പ്രകാശിക്കുന്നില്ല. പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ജീവന്റെ തുടിപ്പ് അവയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ജീവികളുടെ കാര്യത്തിൽ ഇതല്ല സ്ഥിതി. ജീവികൾ മനസ്സുള്ളവരാണ്. ആ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി, അന്തഃകരണം, അതിൽ ഈ ആത്മചൈതന്യം പ്രതിഫലിക്കുമ്പോഴാണ് ഞാൻ എന്ന ഭാവം ഉണ്ടാവുന്നത്. ഞാൻ അനുഭവിക്കുന്നു. അവിടെ ആ ബുദ്ധിയാണ് ഉപാധിയായി വർത്തിക്കുന്നത്. ശുദ്ധജഡങ്ങളുണ്ട്, അവയ്ക്ക് ബുദ്ധി അല്ലെങ്കിൽ അന്തഃകരണം അവയിലില്ല. അതുകൊണ്ട് ആത്മചൈതന്യം അതിൽ പ്രതിഫലിച്ച് ഞാൻ എന്ന ഭാവം അവയിൽ ഉണ്ടാവുന്നില്ല. എന്തായാലും ശുദ്ധജഡത്തെ പോലും ഉണ്ട് എന്ന് അറിയിച്ചു തരുന്നത് ബോധമാണ്. തന്നുടെ ചൈതന്യത്താൽ ജഡതത്വങ്ങളെയും നന്നായി ശോഭിപ്പിച്ച് എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചു തരുന്നു. പക്ഷേ താൻ ഒന്നിലും കൂടിയിടാതെ, എന്നാൽ ഈ ജഡവുമായി ആത്മാവ് ചേരുന്നുണ്ടോ, സംയോജിക്കുന്നുണ്ടോ, കൂടിക്കലരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാറ്റിൻ്റെയും ഉള്ളിലുണ്ട്, എല്ലാറ്റിനെയും ഉള്ളതാക്കി തീർക്കുന്നു. എന്നാൽ താൻ ഒന്നിലും കൂടിയിടാതെ നിന്നിടും. സ്വതന്ത്ര സത്തയായി ഈ ആത്മാവ് നിൽക്കും. എങ്ങനെ അറിയാം? ഈ ജഡോപാധികളെല്ലാം കാലക്രമത്തിൽ നശിച്ചാലും അവയിലെ അസ്തിത്വമായി പ്രകാശിച്ചു നിന്ന ആത്മാവ് നശിക്കുന്നില്ല. കല്ലിൽ ബ്രഹ്മമുണ്ടോ? കല്ലില് ബ്രഹ്മമുണ്ടോ എന്നല്ല, കല്ല് ബ്രഹ്മമാണെന്നാണ് പറയുന്നത്. കല്ല് ബ്രഹ്മമാണ്. അപ്പൊ കല്ലിനെ പൊട്ടിച്ചു കളഞ്ഞാലോ കല്ല് ബ്രഹ്മമാണെങ്കിലും കല്ലിലുള്ള ആ സത്തയ്ക്ക് ക്ഷതമോ ആഘാതമോ ഒന്നും സംഭവിക്കുന്നില്ല. ഇതേതുപോലെ സ്വർണ്ണാഭരണങ്ങളുണ്ട്. പല ആകൃതികളിലും പല പേരുകളിലുമാണല്ലോ അവ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്വർണ്ണാഭരണത്തെ നമുക്ക് പൊട്ടിക്കാം, മുറിച്ചു കളയാം, കഷണങ്ങളാക്കാം, അല്ലെങ്കിൽ തീയിലിട്ട് ഉരുക്കാം. പക്ഷേ അവയിലെ ഉണ്മയായ സ്വർണത്തിന് കൂടുതലോ കുറവോ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. നാമരൂപങ്ങൾ മാറുന്നു. അധിഷ്ഠാനമായ സ്വർണത്തിന് ഒരു പോറല് പോലും ഏൽക്കുന്നില്ല. കൂടുതൽ കുറവില്ല, അത് അതുപോലെ തന്നെയുണ്ട്. ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറുന്നു. ഇതുപോലെ ഈ ആത്മാവ് എല്ലാ ജഡ ഉപാധികളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ജഡങ്ങളുടെ ആവിർഭാവമോ നാശമോ കൊണ്ട് ഈ ആത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല. ഈ രീതിയിൽ ചിന്തിച്ചാൽ നമ്മുടെ ശരീരനാശത്തിൽ നമുക്ക് ഒന്നും നഷ്ടമാകുന്നില്ല എന്ന് മനസ്സിലാവും. കാരണം നമ്മൾ ചൈതന്യമാണ്, ചേതനനാണ് ഈ ആത്മാവ്. അപ്പോൾ ഈ ആത്മാവ് എല്ലാറ്റിൻ്റെയും ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ജഡങ്ങളുമായി ബന്ധപ്പെടുന്നില്ല. ജഡങ്ങളുമായി ബന്ധപ്പെട്ടാലേ ജഡത്തിനുണ്ടാകുന്ന നാശമോ പരിണാമമോ ഈ ആത്മാവിനെ ബാധിക്കൂ. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ചൈതന്യം ചൈതന്യമായി തന്നെ നിൽക്കുന്നു, ജഡം ജഡമായി തന്നെ നിൽക്കുന്നു. ചൈതന്യത്തിന്റെ വ്യാപ്തി ജഡത്തിനകത്തുണ്ട്. പക്ഷേ ജഡങ്ങളുടെ പരിണാമങ്ങൾ ചൈതന്യത്തെ ബാധിക്കുന്നുമില്ല. ഇങ്ങനെ താൻ ഒന്നിലും കൂടിയിടാതെ നിന്നിടും അവ്യാകൃതനായി, ഒരു തരത്തിലുള്ള മാറ്റത്തിനും വിധേയനാകാതെ ഗുണഹീനനായിട്ട്. ജഡങ്ങളിലാണ് ഗുണദോഷങ്ങൾ, ജഡങ്ങളിലാണ് വലുതും ചെറുതും. അങ്ങനെയുള്ള ഒന്നും ഈ ആത്മാവിനെ സ്പർശിക്കുന്നില്ല ഗുണഹീനനായിട്ട് എന്നത് ധരിച്ചാലും, അല്ലയോ കുഞ്ഞെ, നീ നല്ലതുപോലെ ഇത് മനസ്സിലാക്കൂ, ഇനിയും കേട്ടിടുക. ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും പറയാം. ഏതിനെക്കുറിച്ച്? ഈ ആത്മാവിനെ കുറിച്ച്. ജഡവുമായി ഈ ആത്മാവിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, കുലബന്ധം പോലുമില്ല. സാരം വായിക്കാം. ആകാശം, ഘടാകാശം അഥവാ കുടത്തിലെ ആകാശം, കുഡ്യാകാശം, മൺചുവര് അല്ലെങ്കിൽ ചുവര് എന്നൊക്കെ അർത്ഥം പറയാം കുഡ്യം എന്ന വാക്കിന്.
ആ ചുവരിലെ ആകാശം, ഗോപുരാകാശം, മഹാകാശം, മേഘാകാശം എന്നിങ്ങനെ ആകാശത്തിന് പല ഭേദങ്ങളുണ്ട്. നമ്മളങ്ങനെ ഭേദങ്ങൾ ഉള്ളതുപോലെ വ്യവഹരിക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായി ഇതെല്ലാം ഒന്നു തന്നെയാണ്. അവ ഓരോ ഉപാധിയെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്രകാരം തന്നെയാണ് ആത്മാവിൻ്റെയും അനാത്മാവിൻ്റെയും കാര്യങ്ങൾ. ആത്മാവിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ് അനാത്മാവ് അല്ലെങ്കിൽ ജഡം. ആ ജഡത്തിനാണ് പലതരത്തിലുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളുമെല്ലാം. പല ഉപാധികളിൽ പലതായി വ്യവഹരിക്കപ്പെടുന്നു എന്നും അറിയുക. എന്ത്? ആത്മാവിൻ്റെയും അനാത്മാവിൻ്റെയും കാര്യങ്ങൾ. അനാത്മാവെന്ന് പറയുന്നത് തന്നെ ആത്മാവിൻ്റെ കാര്യമാണ്. ആത്മാവിൽ നിന്ന് ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ അനാത്മാവ്. ആ അനാത്മാവിലാണ് വൈവിധ്യം, നാനാത്വം. ഇവയെല്ലാം പല ഉപാധികളിൽ പലതായി വ്യവഹരിക്കപ്പെടുന്നു എന്നും അറിയുക. ജലം പല നാമങ്ങളിൽ അറിയപ്പെടുന്നു. സൂര്യമണ്ഡലവും പലതായി കാണപ്പെടുന്നു. എവിടെ? ജലപാത്രങ്ങളിൽ. ആ ജലത്തിന്റെ നിറത്തിനും ചലനത്തിനും ഒക്കെ അനുസരിച്ച് പ്രതിബിംബത്തിനും നിറവ്യത്യാസവും ചലനവും ഒക്കെ ഉള്ളതുപോലെ തോന്നും. അതുപോലെ ആത്മാവ് പലതായി ജീവജാലങ്ങളിൽ പല ഉപാധികളായി പ്രകാശിക്കുന്നു. ആത്മാവിന്റെ ചൈതന്യത്താൽ ശോഭിക്കുന്ന താൻ ഒന്നിലും ബന്ധമില്ലാതെ നിൽക്കും. അവ്യാകൃതനായി ഒരു തരത്തിലുള്ള പരിണാമത്തിനും വിധേയമാകാതെ ഗുണഹീനനായി ശോഭിക്കുന്നു എന്നു ധരിച്ചാൽ, പ്രകൃതി ഗുണങ്ങൾ സത്വം, രജസ, തമസ് ഈ ത്രിഗുണങ്ങളാൽ ആത്മചൈതന്യം ബാധിക്കപ്പെടുന്നില്ല. ഇത് മൂന്നും മായയുടെ തലത്തിലാണ്. മായയുടെ തലത്തിലാണ് നാമരൂപങ്ങൾ. ഈ മായ എന്ന് പറയുന്നത് ആത്മാവിന്റെ അനിർവചനീയമായ ഒരു ശക്തിയാണ്. ആ ശക്തി കൊണ്ട് ഈ ശക്തൻ ഒരു തരത്തിലും ബാധിക്കപ്പെടുന്നില്ല. ഈ മായയെ കൊണ്ട് ആത്മാവിന് മെച്ചമോ അല്ലെങ്കിൽ ന്യൂനതയോ ഒന്നും സംഭവിക്കുന്നില്ല. ഇനിയും ആത്മാവിനെ പറ്റി പറയാം. ഈ ആത്മാവിനെ കുറിച്ച് ഞാൻ വേറെയും ചില കാര്യങ്ങൾ പറയാം. എന്താണത്? ആത്മാവീനൊന്നീനോടും ഐക്യതയില്ല ചെറ്റും, ആത്മാവു തന്നെ പരമാത്മാവെന്നറിഞ്ഞാലും, പരമാത്മാവു തന്നെ ജീവാത്മാവാകുന്നതും, വാരിയും ഘടോദര പുരവാരിയും പോലെ. ആത്മാവിനൊന്നിനോടും ഐക്യതയില്ല. ആത്മാവ് മറ്റൊന്നുമായും ഏകീഭവിക്കുന്നില്ല, ചേരുന്നില്ല. മറ്റൊന്നുമായി ചേർന്ന് അതായി തീരുന്നില്ല. ആ മറ്റേതിൻ്റെ ഗുണങ്ങളെ അത് സ്വാംശീകരിക്കുന്നില്ല. ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിൽ വെള്ളം ചേർക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഈ പാലിൽ ചേർക്കുന്ന വെള്ളം പാലുമായി ഇഴുകിച്ചേരുകയും വേർപിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നായി തീരുകയും ചെയ്യും. അങ്ങനെ ഈ ജഡങ്ങളോട് ആത്മാവ് ഏകീഭവിക്കുന്നില്ല. ആത്മാവിനൊന്നിനോടും ഐക്യതയില്ല. അത് കൂടിക്കലരുന്നില്ല. ഈ ജഡങ്ങളുമായി ചുറ്റും അല്പം പോലും കൂടിക്കലരുന്നില്ല. ആത്മാവ് തന്നെ പരമാത്മാവെന്നറിഞ്ഞാൽ, പരമാത്മാവ് ആത്മാവ് എന്നൊക്കെ പറയുന്നത് ഒരേ തത്വത്തെ തന്നെയാണ്. ഇനി ജീവാത്മാവോ പരമാത്മാവ് തന്നെ ജീവാത്മാവാകുന്നതും. ഓരോ ശരീരത്തിലും ഇരുന്ന് ഞാൻ ഇതെന്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി എന്ന് അഭിമാനിക്കുന്ന ജീവാത്മാവും വാസ്തവത്തിൽ പരമാത്മാവ് തന്നെ. ഏതുപോലെ? വാരിയും ഘടോദര പൂര വാരിയും പോലെ. വാരി ജലം, തോയം എന്ന് തന്നെയാണ് അർത്ഥം. ഘടോദര പൂരവാരി എന്ന് പറഞ്ഞാൽ കുടത്തിൽ നിറച്ചു വെച്ചിട്ടുള്ള ജലം. ഇപ്പൊ നമ്മള് ഒരു കുളത്തിൽ നിന്ന് കുറെ വെള്ളം കുടത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ കുടത്തിനകത്ത് വെള്ളമുണ്ട്. ഈ കുടത്തിലെ ജലവും കുളത്തിലെ ജലവും ഒന്ന് തന്നെയല്ലേ? അതെ, കുടത്തിനകത്ത് നിറയ്ക്കപ്പെട്ടിരിക്കുന്നു, കുടത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് കുടത്തിലെ ജലം എന്ന് പേര് പറയുന്നു. ഇത് കുളത്തിലെ ജലം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. വസ്തു ഒന്ന് തന്നെ. ഇനി ലോകത്തിലുള്ള സർവ്വജലങ്ങളും ഒന്ന് തന്നെ. ആർട്ടിക് പ്രദേശങ്ങളിലും അന്റാർട്ടിക് പ്രദേശങ്ങളിലും ഖരരൂപത്തിൽ കാണപ്പെടുന്ന ഐസ് വെള്ളം തന്നെയാണ്. മഹാസമുദ്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇതേ ജലം തന്നെയാണ്. നമ്മുടെ വീടിന്റെ അടുത്തൂടെ ഒഴുകുന്ന നദിയിലും ഇതേ ജലം തന്നെയാണ്. ഇനി ഭൂമി കുഴിച്ചാൽ കിട്ടുന്ന കിണറ്റിലെ ഈ ജലം അല്ലെങ്കിൽ ഭൂഗർഭജലം, ഇതും ജലം തന്നെയാണ്. മഞ്ഞിന്റെ രൂപത്തിൽ വർത്തിക്കുന്നതും ജലം തന്നെയാണ്. ജലബാഷ്പത്തിന്റെ രൂപത്തിൽ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നതും ജലം തന്നെയാണ്. അപ്പൊ ഒരേ ജലം തന്നെ ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും കാണപ്പെടുന്നു.
അതുകൊണ്ട് അത് ജലമല്ലാതെ പുതിയ ഒരു വസ്തുവാകുമോ? ആവില്ല. ഇതുപോലെ ഒരേ ചൈതന്യം തന്നെ ജഡരൂപത്തിലും കാണപ്പെടുന്നു. ചിത്ത് അജിത്ത്, ചൈതന്യം ജഡം, ഈ രണ്ട് രൂപത്തിലും പ്രകാശിക്കുന്നത് ചൈതന്യം തന്നെയാണ്. ജഡം എന്തൊന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല. കാരണം ജഡത്തിന്റെ തോന്നൽ ബോധത്തിലാണ് സംഭവിക്കുന്നത്. ജഡത്തെ ഉണ്ടെന്നറിയാൻ ജഡത്തിന് കഴിവില്ല. ജഡത്തെ ഉണ്ട് എന്ന് രേഖപ്പെടുത്തണമെങ്കിൽ ചൈതന്യത്തിന് മാത്രമേ അത് കഴിയൂ. അപ്പോ ആ ചൈതന്യ സാന്നിധ്യത്തിലാണ് ജഡം പോലും ഉള്ളതായിത്തീരുന്നത്. ആ ചൈതന്യത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രീതിയിലുള്ള ഈ ജഡം സ്വയം ഉണ്ട് എന്നറിയാൻ കഴിയാത്തതായ, ഉണ്ടായി മറയുന്ന ഒരു ജഡം ഈ ചൈതന്യത്തിൽ നിന്ന് ഒരിക്കലും യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. മായ കൊണ്ട് എന്ത് വേണമെങ്കിലും കാണാമല്ലോ, സ്വപ്നത്തിൽ എന്ത് വേണമെങ്കിലും കാണാം. അപ്പൊ വാരിയും ഘടോദരപൂരവാരിയും പോലെ വെള്ളം, കുളത്തിലെ വെള്ളമായാലും കിണറ്റിലെ വെള്ളമായാലും പൈപ്പിലെ വെള്ളമായാലും അതിനെ നമ്മളൊരു പാത്രത്തിലോ കുടത്തിലോ ശേഖരിച്ചു വെച്ചാലും വെള്ളം ഒന്നു തന്നെയാണ്. ഇതുപോലെ ജീവശരീരത്തിനകത്ത് ഞാൻ എന്ന അനുഭവത്തോടു കൂടി കഴിയുന്ന ചൈതന്യവും പ്രപഞ്ചമാസകലം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവും അടിസ്ഥാനപരമായി ഒന്നു തന്നെ. അങ്ങനെ നോക്കുമ്പോൾ ജീവാത്മാവ് പരമാത്മാവ് തന്നെ. പിന്നെ ഈ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദമോ, ഇത് വെറുതെ പേര് പറയുന്നു, അത്രയേ ഉള്ളൂ. കുടത്തിലെ വെള്ളം കിണറ്റിലെ വെള്ളം എന്ന് പറയുന്നില്ലേ? എന്താ വ്യത്യാസം? കിണറ്റിലുണ്ടായിരുന്ന വെള്ളത്തെ നമ്മൾ കുടത്തിൽ ശേഖരിച്ചു വെച്ചപ്പോൾ അതിനൊരു പുതിയ പേര് നൽകി, കുടത്തിലെ ജലം. കിണറ്റിൽ അതേ ജലം സ്ഥിതി ചെയ്തപ്പോൾ കിണറ്റ് വെള്ളം, കിണറ്റിലെ ജലം എന്ന് പറഞ്ഞു. ഇതൊക്കെ വെറുതെ പറച്ചില്ലല്ലേ ഉള്ളൂ, അല്ലാതെ വസ്തു ഒന്ന് തന്നെയല്ലേ? അതുപോലെ തന്നെയാണ് ഈ ജീവാത്മ പരമാത്മാക്കളുടെ കാര്യവും. സത്യവും അസത്യവും ഇങ്ങനെ രണ്ടില്ലേക വസ്തുവുള്ളതോ നിത്യമായുള്ള സത്യമെന്നും ചിത്തത്തിലറിയുമ്പോൾ അജ്ഞാനമയമായ മിഥ്യാകാരിയമില്ലെന്നായി വരുമതു നേരം തത്വാർത്ഥ വിജ്ഞാനവും ഉണ്ടായി വന്നിടുമപ്പോൾ ചിത്തവും ഏകാഗ്രമായി ആനന്ദസ്വരൂപനായി നിത്യനാകുന്ന ജീവൻ ജീവോഹമഹം ബ്രഹ്മമസ്തി ബ്രഹ്മാഹമെന്നുള്ളൊരനുഭവം വന്ന് നിത്യനാകുന്ന ജീവൻ ജീവോഹമഹം ബ്രഹ്മമസ്തി ബ്രഹ്മാഹമെന്നുള്ളൊരനുഭവം വന്ന് സിദ്ധിച്ചിടുമ്പോൾ ജീവമുക്തിയും സായുജ്യമാം മുക്തിയും വരും, പിന്നെ ജന്മവും ഉണ്ടായി വരാ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ജഡം എന്നൊന്ന് യഥാർത്ഥത്തിൽ ഇല്ല. അനേകം ജഡപദാർത്ഥങ്ങളെ നമ്മൾ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും ജഡം എന്നൊന്ന് യഥാർത്ഥത്തിലില്ല. ജഡം മായാകാര്യമാണ്, അസത്യം എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ലോകത്തിൽ സത്യം അസത്യം ഇങ്ങനെ രണ്ടില്ലേ? ഉണ്മയും ഇല്ലായ്മയും, സത്യവും മിഥ്യയും, സത്യവും കള്ളവും. ആ ഭേദം തന്നെ തെറ്റാണെന്നാണ്. സർവവും ഉള്ളത് തന്നെ തത്വചിന്താപരന്, താത്വികമായി ചിന്തിക്കുന്ന ഒരുവന് എല്ലാം ഉള്ളത്. ഇവിടെ മായയുടെ കണിക പോലുമില്ല. അതെന്തുകൊണ്ടാ? മായയിൽ ഉണ്ടെന്ന് തോന്നുന്ന ഈ ജഡനാമരൂപങ്ങൾ പോലും യഥാർത്ഥത്തിൽ അധിഷ്ഠാന വസ്തുവായ ബ്രഹ്മം തന്നെ അല്ല. ഇത് മായയും ബ്രഹ്മം സത്യവുമല്ലേ? എവിടെയും മിഥ്യ സത്യമായ ഒരു അധിഷ്ഠാനത്തിൽ മാത്രമേ പ്രകടമാകൂ. ഏത് മിഥ്യാദൃശ്യവും അധിഷ്ഠാനം തന്നെയായിരിക്കും. എന്താ സംശയമുണ്ടോ? മരുഭൂമിയിലെ കാനൽ ജലം മരുഭൂമി തന്നെ അല്ല. കാനൽ ജലം ഇല്ലാത്തതും മരുഭൂമി ഉള്ളതുമല്ലേ? ആയിക്കോട്ടെ, ഈ കാനൽ ജലം മരുഭൂമിയിലല്ലേ കാണപ്പെടുന്നത്? മറ്റെവിടെയെങ്കിലും കാണപ്പെടുന്നുണ്ടോ ഈ കാനൽ ജലം? കടലിലോ നിങ്ങളുടെ വീട്ടിലോ കിണറ്റിന്റെ ഉള്ളിലോ ഈ കാനൽ ജലം കാണപ്പെടുന്നില്ലല്ലോ. ഇല്ല, മരുഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന, അല്ലെങ്കിൽ അതുപോലെ ചുട്ടുപഴുത്ത് കിടക്കുന്ന മണൽ പരപ്പുകളിൽ അല്ലെങ്കിൽ ടാർ റോഡുകളിൽ ഈ കാനൽ ജലം കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഭ്രമം. അത് ഭ്രമമാണ്, അവിടെ വെള്ളമില്ല. ഉള്ളതെന്താ? ഏത് അധിഷ്ഠാനത്തിലാണോ ഈ കാനൽ നീരിന്റെ ഭ്രമം ഉള്ളതുപോലെ തോന്നുന്നത്, അത് തന്നെയാണ് കാനൽ ജലമായി കാണപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മരുഭൂമി തന്നെയാണ് കാനൽ ജലം. മരുഭൂമി ഉള്ളതാണെങ്കിൽ
ഈ കാനൽ ജലം എന്ന് പറയുന്നത് ഉള്ളതിൻ്റെ ഒരു പ്രകടനമായതുകൊണ്ട് അതിനെയും ഉണ്ട് എന്ന് തന്നെ കരുതിക്കോളൂ. പക്ഷേ ജലം എന്ന ഒരു അംശം അതിലില്ല. കാനൽ ജലം അധിഷ്ഠാനമായ മരുഭൂമി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ജലമാണോ അത് എന്ന് ചോദിച്ചാൽ അല്ല, അത് ജലത്തിൻ്റെ തോന്നൽ മാത്രമാണ്. എന്തായാലും ഏത് മിഥ്യാപ്രതിഭാസവും ഏതിലാണോ ആരോപിക്കപ്പെടുന്നത്, ഏത് അധിഷ്ഠാനത്തിലാണോ അവ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, അതാവാനേ തരമുള്ളൂ. കയറിലെ സർപ്പം അന്തിമമായി കയർ തന്നെ. പാമ്പില്ലാത്തതും കയറുള്ളതുമല്ലേ? ഇല്ലാത്ത പാമ്പ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇല്ലാത്ത പാമ്പിനെ, കയറിൽ നിന്ന് വേറിട്ട ഒരു പാമ്പിനെ നിങ്ങൾ ഉണ്ടെന്ന് കരുതിയാൽ ആ പാമ്പാണ് ഇല്ലാത്തത്. കയറിൽ കാണപ്പെടുന്ന പാമ്പ് എന്തിനെയാണോ നിങ്ങൾ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത്, അത് കയറാണ്, അതുള്ളതാണ്. കയറിനെ കയറായി അറിയാത്തത് കൊണ്ട് അത് പാമ്പെന്ന പോലെ തോന്നി. പക്ഷെ ഈ സത്യം മനസ്സിലാക്കുന്ന ഒരാൾ എന്തു പറയും? സുഹൃത്തെ, നിങ്ങൾ കാണുന്ന പാമ്പ് കയറാണ്, കയറുള്ളതാണ്, പാമ്പില്ലാത്തതാണ്. അപ്പൊ ഇല്ലാത്തതിനെ ഉള്ളതാണ് എന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഉള്ളതിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു മനസ്സിലാക്കുന്നു. ഉള്ള കയറിനെ കയറാണെന്നറിയാതെ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ അവിടെ പാമ്പിന്റെ കണിക പോലുമില്ല, ആ പാമ്പ് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. അപ്പോഴും വാസ്തവത്തിലുള്ളത് കയറ് മാത്രം. ഇതുപോലെ ബോധത്തെയാണ് നമ്മൾ ജഡമായി തെറ്റിദ്ധരിക്കുന്നത്. എന്തുകൊണ്ട്? പൂർണ്ണമായ ബോധാനുഭവത്തിന്റെ അഭാവത്തിൽ ബോധം ജഡമെന്ന പോലെ തോന്നുന്നു. സത്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കൂ. മനസ്സിലാക്കിയാൽ ചുമയും ബ്രഹ്മം എന്ന് ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞതുപോലെ നെഞ്ചു വിരിച്ച് പറയാൻ പറ്റും. സാറ് നെഞ്ചു വിരിച്ച് പറഞ്ഞു എന്നല്ല ഇതിന്റെ അർത്ഥം. ധീരമായി നമുക്കും പ്രഖ്യാപിക്കാൻ കഴിയും. എന്താണ്? ജഡം ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ അത് ബ്രഹ്മം തന്നെ. ജഡമുണ്ട് എന്ന് ശഠിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞും അംഗീകരിക്കാൻ പോകുന്നില്ല. ജഡം മിഥ്യയാണ്, ഇത് വാസ്തവത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. ഉണ്ട്, ഇത് വാസ്തവമാണ് എന്നാണ് എല്ലാവരും പറയുക, അല്ലേ? അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ശഠിച്ചാൽ തത്വജ്ഞാനികൾക്ക് പറയാനുള്ളത് ജഡമായിട്ട് അവിടെ അതില്ല, ബോധമായിട്ട് ഉണ്ട്. ബോധത്തെ തന്നെയാണ് നിങ്ങൾ വേണ്ടവണ്ണം അതിനെ അറിയാതെ ജഡമെന്ന പോലെ അനുഭവിക്കുന്നത്. സത്യം പിടികിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ജഡം ഇല്ല. സർവം ബ്രഹ്മമയം രേരേ സർവം ബ്രഹ്മമയം എന്ന് പണ്ട് ശിവരാമകൃഷ്ണൻ പാടിയതുപോലെ നമുക്കും പാടാൻ പറ്റും. ആരാണപ്പ ഈ ശിവരാമകൃഷ്ണൻ? ഏത് ശിവരാമകൃഷ്ണന്റെ കാര്യമാണ് പറയുന്നത്? സദാശിവ ബ്രഹ്മേന്ദ്രൻ. അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേരായിരുന്നു ശിവരാമകൃഷ്ണൻ. 3 ദൈവങ്ങളുടെ പേരുണ്ട്: ശിവൻ, രാമൻ, കൃഷ്ണൻ. അദ്ദേഹം കറതീർന്ന ഒരു തത്വജ്ഞാനിയായിരുന്നു. ധാരാളം കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രധാനമായും അവയൊക്കെ രാമനെയോ കൃഷ്ണനെയോ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളുമാണ്. ഇനി ബ്രഹ്മത്തെക്കുറിച്ച് അദ്ദേഹം കീർത്തനങ്ങൾ വല്ലത് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. തദ്വജ്ജീവത്വം ബ്രഹ്മണി തദ്വജ്ജീവത്വം എന്ന് തുടങ്ങുന്ന ഒരു കീർത്തനവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് രാമനും കൃഷ്ണനും ബ്രഹ്മവും എല്ലാം ഒന്ന് തന്നെ. നമുക്കാണ് ഈ ഭേദം. അദ്ദേഹം രാമനെയും കൃഷ്ണനെയും പറ്റി മാത്രമല്ലേ പാടിയിട്ടുള്ളൂ? മുരുകനെയോ ശിവനെയോ കുറിച്ചൊന്നും പാടിയില്ലല്ലോ. ഈ മുരുകനും ശിവനും ഒക്കെ നമ്മുടെ ബുദ്ധിയിലുള്ള ഭേദങ്ങളാണ്. ഉള്ളതൊരൊറ്റ ഈശ്വര തത്വം. അദ്ദേഹത്തിന് രാമനെ കുറിച്ച് പാടണം, കൃഷ്ണനെ കുറിച്ച് പാടണം എന്നൊക്കെ തോന്നി. അപ്പോഴും അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം രാമകൃഷ്ണന്മാർ ഒന്ന് തന്നെ. ഈ രാമനും കൃഷ്ണനും ശിവനും കൂടെ ചേർന്നാണ് ശിവരാമകൃഷ്ണനായി വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഈശ്വരൻ. ഇപ്പൊ സത്യവും അസത്യവും എന്ന് ഒരു ഭേദം പോലുമില്ല. അങ്ങനെ തന്നെ രണ്ടില്ല. സത്യവും അസത്യവും ഇങ്ങനെ രണ്ടില്ല. ഏക വസ്തു ഉള്ളത് നിത്യമായുള്ള സത്യമെന്നും ഉള്ളത് ഒന്നാണ്. അതിൽ സത്യം അസത്യം എന്ന സാപേക്ഷങ്ങളായ രണ്ട് ഇല്ല. ഈ സത്യം ആകട്ടെ നിത്യമായതാണ്, എന്നും ഉള്ളതാണ്, ഇല്ലാതാകാത്ത ഉണ്മയാണ്, എന്നും നിലനിൽക്കുന്ന ഉണ്മയാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മത്തിന് സത്യം എന്ന് തന്നെ പേര് പറഞ്ഞു വിളിച്ചു ഋഷീശ്വരന്മാർ. സത്യം പരം ധീമഹി. ഇതാണ് ഭാഗവതത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിന്റെ
അവസാന ഭാഗം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ അല്ല, അമൃഷ എന്നല്ല. പലരും അവിടെ ഒരു പ്രശ്ലേഷവും കൂടെ ചേർത്തിട്ട് എത്ര ത്രിസർഗോ മൃഷ, അമൃഷ എന്ന് പറഞ്ഞാൽ സത്യം, മിഥ്യയല്ല എന്നർത്ഥം പറയാറുണ്ട്. അങ്ങനെയല്ല, ത്രിഭുവനങ്ങളും മിഥ്യ തന്നെയാണ്. അതുകൊണ്ട് ഗ്യാപ്പിട്ട് പറയുക എത്ര ത്രിസർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആ പരമസത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ബ്രഹ്മസത്യം എന്നാണ് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മസത്യം, ബ്രഹ്മമാണ് സത്യം. ഈ ബ്രഹ്മത്തെ ഉപനിഷത്ത് എന്താ പറയുന്നത്? സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. സത്യം എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മമാണ്, മറ്റുള്ളതെല്ലാം മിഥ്യയാണ്. സത്യം ബ്രഹ്മമായിരിക്കുന്നു, ബ്രഹ്മം സത്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ ഈ സാപേക്ഷങ്ങളായ സത്യാസത്യങ്ങൾ ഇവിടെ ഇല്ല. സത്യവും അസത്യവും ഇങ്ങനെ രണ്ടില്ല. ഏകവസ്തു ഉള്ളത് നിത്യമായുള്ള സത്യമെന്നും ചിത്തത്തിൽ അറിയുമ്പോൾ ഈ കാര്യം ഒന്ന് പിടികിട്ടിയാലുണ്ടല്ലോ പരമസുഖമാണ്. നിങ്ങൾക്ക് ജീവിതം അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വൃദ്ധന്മാർ പോലും അടിച്ചു പൊളിക്കാൻ തയ്യാറായിട്ടാണല്ലോ നിൽക്കുന്നത്. ജീവിതം അടിച്ചു പൊളിക്കാനുള്ള ഉത്തമമായ വഴി ഈ തത്വജ്ഞാനം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പിന്നെ ആനന്ദം മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല. നല്ല സുഖം എന്ന് ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്നത് പോലെ, സാറേ ഇപ്പൊ എങ്ങനെയുണ്ട്? വയറിൽ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാലില് നീരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം. അത് പാഴ്വാക്കല്ല, സത്യമായിട്ട് തന്നെ പറയുകയാണ്, പരമാർത്ഥം പറയുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിൽ ഉണ്ടെങ്കിലും ഉള്ളിൽ ഞാൻ പരമാനന്ദം അനുഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആനന്ദ സ്വരൂപിയായ ബ്രഹ്മമാണ്. അതാണ് ഉറപ്പ്. ചിത്തത്തിൽ അറിയുമ്പോൾ അജ്ഞാനമയമായ മിഥ്യാകാര്യമില്ലെന്നായി വരും. മിഥ്യാകാര്യങ്ങളാണ് ജഡങ്ങൾ, മായാകാര്യങ്ങൾ. അത് അജ്ഞാനം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നവയുമാണ് എന്ത്? ഈ ജഡങ്ങൾ. മിഥ്യാകാര്യമില്ലെന്നായി വരും. അതുനേരം അപ്പോൾ ജഡം മിഥ്യയാണ് എന്നറിയാറാകുമ്പോൾ തത്വാർത്ഥ വിജ്ഞാനവും ഉണ്ടായി വന്നിടും. അപ്പോൾ ചിത്തവും ഏകാഗ്രമായി ആനന്ദസ്വരൂപനായി നിത്യനാകുന്ന ജീവൻ ജീവോഹമഹം ബ്രഹ്മം അസ്തി ബ്രഹ്മാഹമെന്നുള്ളൊരനുഭവം വന്നു. ജഡത്തിന്റെ മിഥ്യാത്വം, നാമരൂപങ്ങളുടെ അയഥാർത്ഥമായ അവസ്ഥ പിടികിട്ടുമ്പോൾ തത്വാർത്ഥ വിജ്ഞാനം ഉണ്ടായി വരും. ഉള്ളതെന്താണെന്ന് മനസ്സിലാകും. ഇല്ലാത്തതിന്റെ പൊള്ളത്തരം മനസ്സിലാകുമ്പോൾ ഉള്ളതിന്റെ രഹസ്യം പിടികിട്ടും. ഇതിലേതാദ്യം? ഉള്ളതിന്റെ രഹസ്യം പിടികിട്ടിയാലല്ലേ ഇല്ലാത്തതിന്റെ പൊള്ളത്തരം മനസ്സിലാകൂ. ഇനി ഇല്ലാത്തതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കിയാലല്ലേ ഉള്ളതെന്താണെന്ന് അറിയാൻ പറ്റൂ. അപ്പൊ ഇതിലേതാദ്യം? രണ്ടും ഒരുമിച്ച്. അജ്ഞാനനാശവും വിജ്ഞാന ആവിർഭാവവും. കയറ് മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ സർപ്പം അവിടെയില്ല. സർപ്പം മിഥ്യയാണ് എന്നറിഞ്ഞിട്ടാണോ കയറിന് സത്യം എന്നറിയുന്നത്? അല്ലെങ്കിൽ കയറ് മാത്രമേ അവിടെ ഉള്ളൂ, സത്യമായിട്ടുള്ളൂ, ഞാൻ കണ്ട സർപ്പം മിഥ്യയാണ് എന്ന് പിന്നീടാണോ അറിയുന്നത്? ഏതാദ്യം? ഇതിൽ ആദ്യവും പിന്നെയും ഒന്നുമില്ല, രണ്ടും സമകാലത്ത് അറിയുന്നു. അപ്പോൾ മിഥ്യാകാര്യങ്ങൾ, ജഡങ്ങൾ മിഥ്യയാണ് എന്നുള്ള അറിവ് ഉണ്ടാകുന്ന ആ സെക്കൻഡിൽ തന്നെ തത്വാർത്ഥ വിജ്ഞാനവും ഉണ്ടായി വന്നിടും. സത്യം എന്താണ്? പരമതത്വം, ബ്രഹ്മം, അതുമാത്രമേ ഇവിടെയുള്ളൂ എന്നുള്ള അനുഭവം, വിജ്ഞാനം, വിശേഷമായ അറിവ് അപ്പോൾ വന്നിടും. ചിത്തവും ഏകാഗ്രമായ ആനന്ദസ്വരൂപനായി മനസ്സ് ഈ ആത്മാവിൽ ഏകാഗ്രതയുള്ളതായി തീരും. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഒക്കെ ബ്രഹ്മമയം എന്ന് മനസ്സ് തീരുമാനിക്കും. അപ്പോൾ ഈ ആത്മാവിന്റെ സ്വരൂപമായ ആനന്ദം ഉള്ളിൽ അനുഭവിക്കാനും പറ്റും. നിത്യനാകുന്ന ജീവൻ, ഈ ജീവഭാവം, എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പ്രകാശിക്കുന്ന ആ ചൈതന്യം നശിക്കാത്തതാണ്, മരണമില്ലാത്ത അമരമായ സത്യമാണ്. ഞാൻ മരിക്കുന്നില്ല, ഞാൻ ജീവനല്ല,
ചത്തുപോകുന്ന ജീവനല്ല, എന്നോ ജനിച്ച് ഇത്രയും കാലം ജീവിച്ച് മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജീവനല്ല. ഞാൻ ബ്രഹ്മമാണ്. അതിനാകട്ടെ ജനന മരണങ്ങൾ ഇല്ല. ജീവോഹമഹം ബ്രഹ്മം അസ്തി. ആ ബ്രഹ്മം ഉള്ളതാണ്, ഞാനും ഉള്ളവനാണ്. എൻ്റെ ഉണ്മ ഒന്നുകൊണ്ടും അപഹരിക്കപ്പെടില്ല. മരണത്തിന് എൻ്റെ ഉണ്മയെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഞാൻ എന്നും ഉള്ളവനായി തന്നെ സ്ഥിതി ചെയ്യും. ബ്രഹ്മാഹമെന്നുള്ള ഒരനുഭവം വന്നു. ഞാൻ ആ അനശ്വരമായ ബ്രഹ്മതത്വമാണ് എന്ന അനുഭവവും ഉണ്ടാകും. ആ അനുഭവം സിദ്ധിച്ചിടുമ്പോൾ, അത് ഒരാൾ നേടുമ്പോൾ ജീവമുക്തിയും, ജീവൻ മുക്തനാകും. ജീവൻ മുക്തനാകും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ജീവൻ മുക്തനാകും. ജീവിച്ചിരിക്കവേ തന്നെ മോക്ഷം നേടുന്ന ആളായിത്തീരും. അതാണ് ജീവമുക്തി, അല്ലെങ്കിൽ ജീവൻ മുക്തി. സായുജ്യമാം മുക്തിയും വരും. അതിനുശേഷം പ്രാരബ്ധം ക്ഷയിക്കുമ്പോൾ ആ ശരീരവും നിലംപതിച്ച് ഉപാധികളുമായി യാതൊരു ബന്ധവുമില്ലാതെ സ്വതന്ത്രമായി ഇടതോർന്നു നിൽക്കുന്ന അഖണ്ഡ ബോധമായി ബാക്കി നിൽക്കും. അതാണ് വിദേഹമുക്തി, സായുജ്യം എന്ന് പറയുന്നത്. പിന്നെ ജന്മവും ഉണ്ടായി വരാ. ആ മോക്ഷം നേടിക്കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം എന്നൊന്നില്ല. ഇനി ഒരു ഗർഭവാസം അനുഭവിക്കേണ്ടി വരില്ല. സാരം വായിക്കാം. ആത്മാവിന് ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോടും ഐക്യമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമായും അത് ചേരുന്നില്ല, താതാത്മ്യപ്പെടുന്നില്ല, ബന്ധപ്പെടുന്നില്ല. ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നറിഞ്ഞുകൊള്ളുക. ഇപ്രകാരം വർത്തിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവാകുന്നത്. അതായത് ജീവാത്മാവ് പരമാത്മാവിന്റെ അംശമാണ് എന്ന് സാരം. വേണമെങ്കിൽ പറയാം, വാസ്തവത്തിൽ ഈ ആത്മാവ് അഖണ്ഡമാണ്. അതിന് ഭാഗങ്ങളോ അംശങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ജലം പ്രത്യേകം എടുത്താലും കൂട്ടമായിരുന്നാലും ജലത്തിന് മാറ്റമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. സത്യവും അസത്യവും എന്ന് രണ്ട് വസ്തുക്കൾ ഇല്ലാത്തതുപോലെ ഉള്ളത് ഏകവസ്തു മാത്രം, അത് നിത്യമാണ്. അത് തന്നെ സത്യമെന്നും ചിത്തത്തിൽ അറിയുമ്പോൾ അജ്ഞാനമായ മിഥ്യാകാര്യം ഇല്ലെന്നും ബോധ്യമാകും. എന്താണ് മിഥ്യാകാര്യം, മായാകാര്യം? ജഡം. അവനവന്റെ ശരീരം ഉൾപ്പെടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ വ്യക്തിത്വത്തിന്റെ അംശമായിട്ടുള്ള സകലതും മായാകാര്യങ്ങളാണ്, ജഡങ്ങളാണ്. ചൈതന്യം ഇവയോടുകൂടെ ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ട് നാം ഉപാധികളുമായി താതാത്മ്യപ്പെട്ട് കഴിയുന്നു. ഉപാധികളുമായുള്ള ആ താതാത്മ്യം ജ്ഞാനം കൊണ്ട് അറ്റുപോയാൽ ഞാൻ ശരീരാതീതമായ, മനസ്സിനപ്പുറത്തുള്ള, ബുദ്ധിക്ക് അതീതമായ അഹങ്കാരം തൊട്ടു തീണ്ടാത്ത പരമാത്മാവാണ്, ബോധമാണ് എന്ന് അറിയാറാകും. അപ്പോൾ തത്വാർത്ഥ വിജ്ഞാനം ഉദയമായി വരും. അതുതന്നെയാണ് വസ്തുജ്ഞാനം, ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം. വിജ്ഞാനമുണ്ടാകുമ്പോൾ ചിത്തം ഏകാഗ്രമാവുകയും ജീവൻ ആനന്ദസ്വരൂപനും നിത്യനുമാകുകയും ചെയ്യും. ഇപ്രകാരം നിത്യനാകുന്ന ജീവൻ തന്നെയാണ് ബ്രഹ്മമെന്നും ഞാൻ ബ്രഹ്മമാണെന്നുള്ള അനുഭവം സിദ്ധിക്കുമ്പോൾ ജീവന് മുക്തിയും സായുജ്യമാകുന്ന വിദേഹമുക്തിയും സിദ്ധിക്കും എന്നും പിന്നെ ജന്മം ഉണ്ടാവുകയില്ല എന്നും അറിഞ്ഞുകൊള്ളേണ്ടതാണ്. ആര്? നാം ഓരോരുത്തരും, ഓരോ വ്യക്തിയും, ഓരോ മനുഷ്യനും ഈ സത്യം മനസ്സിലാക്കേണ്ടതാണ്. തുടർന്ന് വായിക്കാം. ഉത്തമേ നീയോ മനിത്യാർത്ഥമായുള്ള മായാ തത്വാർത്ഥമറിഞ്ഞേക മാനസയായി സദാ. ഭക്തിശ്രദ്ധകൾ രണ്ടും അല്ലാതെ മറ്റുള്ളോരോ വൃത്തികൾ നിനയ്ക്കാതെ ശുദ്ധയായ ഖണ്ഡാർത്ഥ സിദ്ധിയെ പ്രാപിപ്പാനായി ഉദ്യോഗം തുടർന്നാലും ശ്രദ്ധയോടിനിയും നീ കേട്ടുകൊണ്ടാലും ബാലേ. ഉത്തമേ, സ്ത്രീരത്നമാണ് മുമ്പിൽ വന്നു നിൽക്കുന്നത്, ആചാര്യന്റെ മുമ്പിൽ. സ്ത്രീകളിൽ വെച്ച് രത്നം, സ്ത്രീരത്നം. കാരണം കണ്ടാൽ സ്ത്രീയാണ് എന്ന് തോന്നും. മുടിയൊക്കെ ഉണ്ട്, സാരിയും മറ്റുമൊക്കെ ഉടുത്താണ്, അല്ലെങ്കിൽ ഒരു പാവാടയൊക്കെ ഉടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുരുഷൻ എന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ അത് സ്ത്രീരത്നം മാത്രമല്ല, പുരുഷരത്നവുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യനിലെ രത്നമാണ് ആ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. സ്ത്രീ രൂപത്തിലായി എന്നേ ഉള്ളൂ. അപ്പോ ഈ സ്ത്രീകൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല, അവരൊക്കെ ചപല ഹൃദയരാണ് എന്നൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. എത്രയെത്ര യോഗിനികൾ, എത്രയെത്ര ജ്ഞാനിനികൾ. പലരും
അറിയപ്പെടാതെ കടന്നു പോകുന്നു. കുറെ ആണുങ്ങളായിട്ടുള്ള തത്വജ്ഞാനികളുടെ ചരിത്രം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. മായിയമ്മ, നമ്മുടെ സ്വാമിജി പറയുമല്ലോ, ഏത് സ്വാമി? ദുർഗാനന്ദ സ്വാമി. മായിയമ്മയുടെ കാര്യം എന്താ? രൂപത്തിൽ സ്ത്രീ, അത്രയേ ഉള്ളൂ. തത്വത്തിൽ ബ്രഹ്മം. അതൊരു പുരുഷൻ താൻ ബ്രഹ്മമാണെന്നറിഞ്ഞാലും സ്ത്രീ ബ്രഹ്മമാണെന്നറിഞ്ഞാലും താൻ ബ്രഹ്മമാണ് എന്നാണ് അറിയുന്നത്. അപ്പോൾ ആ അറിവിൽ ഭേദമില്ല. ആണുങ്ങളുടെ അറിവ്, പെണ്ണുങ്ങളുടെ അറിവ്, ആണിന്റെ ആത്മജ്ഞാനം, പെണ്ണിന്റെ ആത്മജ്ഞാനം, അങ്ങനെ ഒന്നുമില്ല. ആത്മജ്ഞാനം ഒന്നേ ഉള്ളൂ. ഉത്തമേ, നീ ഉത്തമയാണ്. കാരണം വിവേകമുള്ളവളാണ്. ഈ സത്യം അറിയണം എന്ന ആഗ്രഹത്തോടു കൂടി എൻ്റെ മുമ്പിൽ വന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നീയും അനിത്യാർത്ഥമായുള്ള മായാതത്വാർത്ഥമറിഞ്ഞ്, അനിത്യാർത്ഥം എന്ന് പറഞ്ഞാൽ നശ്വരങ്ങളാണ് ഈ മായാകാര്യങ്ങൾ. ഈ മായയ്ക്ക് തന്നെ നിലനിൽപ്പില്ല, സദാ പരിണമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഈ മായയുടെ താത്വികമായ അർത്ഥമറിഞ്ഞ് ഏകമാനസയായി, നല്ല ഏകാഗ്രതയോടുകൂടെ സദാ എല്ലായ്പ്പോഴും ഭക്തി ശ്രദ്ധകൾ രണ്ടും അല്ലാതെ മറ്റുള്ളൊരു വൃത്തികൾ നനയ്ക്കാതെ നിന്റെ ഉള്ളിൽ ഭക്തിയും ശ്രദ്ധയും മാത്രമേ ഉണ്ടാകൂ. ഭക്തി ഈശ്വരനോടും ഗുരുവിനോടും തോന്നുന്ന അളവ് കടന്ന സ്നേഹം, ദിവ്യമായ സ്നേഹം. ശ്രദ്ധ ജ്ഞാനികളുടെയും ശാസ്ത്രങ്ങളുടെയും വാക്കുകളിലുള്ള ദൃഢവിശ്വാസം, അതാണ് ശ്രദ്ധ. അവർ പറയുന്നത് സത്യമാണ്, സത്യമല്ലാതെ മറ്റൊന്നുമില്ല, ഞാൻ അതിനെ വിശ്വസിക്കണം, വിശ്വസിക്കുന്നു, അതാണ് എനിക്ക് ശ്രേയസ്കരം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതാണ് ശ്രദ്ധ. ഇങ്ങനെ ഈ ഭക്തിയും ശ്രദ്ധയും ഇത് രണ്ടുമല്ലാതെ മറ്റുള്ളൊരു വൃത്തികൾ നനയ്ക്കാതെ, കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ രാജസവും താമസവുമായ അനേകം ചിത്തവൃത്തികൾ, അവയ്ക്കൊന്നും ചിത്തത്തിൽ ഇടം കൊടുക്കാതെ, അവയെക്കുറിച്ച് നനയ്ക്കാതെ, ചിന്തിക്കാതെ, ആ ചിത്തവൃത്തികളുടെ പുറകെ പോകാതെ ശുദ്ധയായി, നിർമ്മലയായി അഖണ്ഡാർത്ഥ സിദ്ധിയെ പ്രാപിപ്പാൻ, അഖണ്ഡമായ വസ്തുവിനെ നേടാൻ, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ, ആ ബ്രഹ്മജ്ഞാനം എന്നുള്ള സിദ്ധിയെ പ്രാപിക്കാനായി ഉദ്യോഗം തുടർന്നാലും, ഓഹോ, അപ്പോൾ ഉദ്യോഗത്തിൽ പ്രവേശിക്കണമല്ലേ? സർക്കാർ ഉദ്യോഗമോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിലുള്ള ഉദ്യോഗമോ? അതല്ല. ഉദ്യോഗം എന്നുള്ള സംസ്കൃത പദത്തിന് പരിശ്രമം എന്നാണ് അർത്ഥം, അല്ലാതെ പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നുള്ള അർത്ഥം ഇല്ല. അതുകൊണ്ട് നീ നിന്റെ ശ്രമം തുടർന്നുകൊള്ളൂ ഈ അഖണ്ഡമായ പരമാത്മാവിനെ പ്രാപിക്കാനായി, ആ അറിവ് നേടാനായി നീ പരിശ്രമിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിശ്രമം തുടർന്നുകൊള്ളൂ. ശ്രദ്ധയോട് ഇനിയും നീ കേട്ടുകൊണ്ടാലും ബാലേ, അല്ലയോ കുട്ടി, കുഞ്ഞേ, ഭക്തിയും ശ്രദ്ധയും ഇത് രണ്ടും മാത്രമേ നിന്റെ ഉള്ളിൽ ഉണ്ടാകാവൂ എന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ നിനക്കതിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. ആ ശ്രദ്ധ കൈവിടാതെ ശ്രദ്ധയോട് ഇനിയും നീ കേട്ടുകൊണ്ടാലും, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നില്ല. കൃതജ്ഞതാ പ്രസംഗവും പറഞ്ഞ് വേദിയിൽ നിന്ന് ഞാൻ പുറത്തു പോവുകയില്ല. ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാം. നീ ഇപ്പൊ എത്ര ശ്രദ്ധയോടുകൂടെയാണോ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതേ ശ്രദ്ധയെ കൈവിടാതെ പറ്റുമെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ഞാൻ പറയുന്നത് ശ്രവിച്ചാലും. സാരം വായിക്കാം. ഹേ ഉത്തമേ, അനിത്യമായുള്ള മായാതത്വങ്ങൾ അറിഞ്ഞ് ഏകമനസ്സോടുകൂടെ എപ്പോഴും ഭക്തിയും ശ്രദ്ധയും മാത്രമായി കഴിയുക. അഖണ്ഡാർത്ഥ സിദ്ധിയെ, അഖണ്ഡമായ അർത്ഥം, മുറിക്കാൻ പറ്റാത്തതായ സത്യം, വസ്തു, ബ്രഹ്മം, അതിനെ നേടുക, അതാണ് അർത്ഥസിദ്ധി. അതിനെ സ്വന്തമാക്കാനായി, സാക്ഷാത്കരിക്കാനായി, അഖണ്ഡാർത്ഥസിദ്ധിയെ പ്രാപിക്കുന്നതിന് മറ്റുള്ള വൃത്തികളിൽ ചിന്ത പോകാതെ ശുദ്ധയായി ആ മനോനൈർമല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചിത്തശുദ്ധിയെ കൈവിടാതെ പരിശ്രമം തുടരുക. നമുക്കും ഈ ഉപദേശം സ്വീകരിക്കാം. ആ സത്യത്തെ മറ്റു വൃത്തികളിൽ നമ്മുടെ മനസ്സിനെ അലയാൻ അനുവദിക്കാതെ നിർമ്മല മനസ്കരായി ആത്മജ്ഞാനത്തിനായി പരിശ്രമം നമുക്കും തുടരണം. നമുക്ക് കാണാമെന്നല്ല മോഹൻലാൽ പറയുന്നത്, കാണണം എന്ന് പറയുന്നത് പോലെ തുടരാമെന്നല്ല, തുടരണം. അതിൽ ഒരു നിർബന്ധ ബുദ്ധി, ഒരു നിഷ്കർഷ നമുക്കേവർക്കും ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. ഈ ശീർഷകവും പൂർണ്ണമായി 30ാമത്തെ ശീർഷകം ആത്മാവും അനാത്മാവും, അടുത്തത് 31ാമത്തെ ശീർഷകമാണ്
ദുഃഖ ജന്മ കർമാദികൾ. നമ്മൾ സമൃദ്ധമായി ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളാണ് ദുഃഖ ജന്മ കർമാദികൾ. എത്രയോ പ്രാവശ്യം ജനിച്ചു കഴിഞ്ഞു. ഓരോ ജന്മത്തിലും പറഞ്ഞാലൊടുങ്ങാത്ത ദുഃഖങ്ങളും അനുഭവിക്കുന്നുണ്ട്, കോടാനുകോടി കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ, പ്രധാനമായും അജ്ഞാനികളുടെ ജീവിതമാണ് ഈ ദുഃഖ ജന്മ കർമ്മങ്ങളാൽ പൂരിതമായിരിക്കുന്നത്. അതെന്താണ് എന്നൊന്ന് പറഞ്ഞു തന്ന് നമ്മുടെ കണ്ണ് തുറപ്പിക്കാനായി, അങ്ങനെ ഇതിനെ വിട്ട് ആത്മാവിലേക്ക് തിരിയാനായി ഒരു ആഹ്വാനം നടത്തുകയാണ് ആചാര്യൻ. ആ 31ാമത്തെ ശീർഷകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ